ഹായ് എവരി വൺ, ലെക്ടൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പാരാമെഡിക്കൽ സെക്ടറിലെ BSc മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി കോഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് എന്താണ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി എന്നുള്ളത് നോക്കാം. ഒരു മനുഷ്യ ശരീരത്തിനെ സ്കാനിങ് മെഷീനിലൂടെ കടത്തിവിട്ട് അതിൻ്റെ ഇമേജ് എടുക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ പഠിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് MRI സ്കാനിങ്, അൾട്രാസൗണ്ട് സ്കാനിങ്, CT സ്കാൻ, ഇതൊക്കെ ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇപ്പോൾ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അതിനെ കറക്റ്റായിട്ട് അനലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് ഈ ഒരു കോഴ്സിന് വേണ്ടത്. ഇപ്പോൾ +2 ബയോളജി സയൻസിൽ 50% മാർക്കോടുകൂടി പാസ്സായ ആർക്കും ഈ ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ നിങ്ങൾ കേരളത്തിലാണ് ഈ ഒരു കോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ കീമ മസ്റ്റായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ കർണാടക പോലുള്ള സ്റ്റേറ്റുകളിലാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ ഒരു കോഴ്സ് പഠിക്കുന്നതിന് എൻട്രൻസിൻ്റെ ആവശ്യകത വരുന്നില്ല. ഈ ഒരു കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 ഇയർ + 1 ഇയർ ഇൻറ്റേൺഷിപ്പോടു കൂടിയാണ്. ഈ ഒരു കോഴ്സ് പഠിച്ചതിന് ശേഷം നമുക്ക് റേഡിയോഗ്രാഫേഴ്സ്, MRI സ്പെഷ്യലിസ്റ്റ്, എൻഡോസ്കോപ്പി സ്പെഷ്യലിസ്റ്റ്, എക്സ്റേ ടെക്നീഷ്യനൊക്കെ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് നിങ്ങൾ 2 ഇയർ PG കോഴ്സ് എടുത്ത് PhD ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെക്ചറായിട്ടും അതേപോലെ മെഡിക്കൽ ഓഫീസറൊക്കെ ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ ഇന്ത്യക്കകത്തായാലും പുറത്തായാലും ഒരുപോലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു മേഖലയാണ് ഇപ്പം നമ്മൾ പറഞ്ഞ MIT എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ ഈ ഏത് കോഴ്സ് എടുത്താലും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നല്ലൊരു ബെസ്റ്റ് കോളേജിൽ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതൊരു പ്രാക്ടിക്കൽ നോളജ് വേണ്ട ഒരു കോഴ്സ് ആയതുകൊണ്ടിട്ട് തന്നെ നിങ്ങൾ കോളേജ് ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും മെഡിക്കൽ കോളേജസ് അഥവാ ഓൺ ഹോസ്പിറ്റലുള്ള കോളേജസ് ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇനി നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിലും പിന്നെ കോളേജസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. വേറെ ഏതെങ്കിലും കോഴ്സിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻ്റ് ആയിട്ട് ഇടാവുന്നതാണ്.